ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും ക്വാളിറ്റി കണ്ടസ്റ്റന്റ് അത് നിങ്ങളാണ്. ബിഗ് ബോസിനെ ഇത്രമേൽ നുണ പിടിപ്പിച്ച മറ്റൊരു കണ്ടസ്റ്റന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അനീഷ് പറയുന്നു, തേൻ ഒരുക്കി ഒഴിച്ച് അമ്പിൽ തേൻ പുരട്ടി അമ്പ ചെയ്യുന്നത് വേദന തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് റിപ്പീറ്റും പറയുന്നുണ്ട്. ഇല്ല ചേട്ടാ, എന്റെ മൈൻഡ് സെറ്റ് ഒക്കെ മാറി. കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കി, എനിക്കും ചേട്ടനും അല്ലാതെ ഇവിടെ ഒറ്റ ഒരെണ്ണത്തിന് പോലും ഒരു ബുദ്ധിയില്ല. യു ആർ ആൻ ഓസം പ്ലെയർ. എന്റെ മനസ്സിലെ ക്യാപ്റ്റൻ ഇപ്പോഴും അനീഷേട്ടനാണ്. എന്നെ ഒന്ന് വെറുതെ വിടൂ, എന്നെ അമ്പ ചെയ്യരുത്, ഞാനൊരു പാവമാണ്. ഓ ശരി ശരി, വണ്ടി വിട്ടോ എന്ന് അനീഷ് പറയുന്നുണ്ട്. നെവിൻ ഇതൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്നറിയില്ല. അത് തന്നെയാണ് പുള്ളിയുടെ ഗെയിമിന്റെ ഒരു കുഴപ്പമായിട്ട് ഞാൻ കാണുന്നത്. ഈ സീസണിൽ ഒരു രസികൻ എന്റർടൈൻമെന്റ് ക്യാരക്ടറാണ്, ബ്രില്യൻ ഗെയിമറാണ് നെവിൻ, അതിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷെ രസം കൂടി അത് ഗെയിമിനെ പുറകോട്ട് വലിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഈയിടെയായിട്ട്. ഇപ്പൊ അനീഷ് പുള്ളിയെ കാര്യമായിട്ട് എടുക്കുന്നില്ല, ആ വഴി അങ്ങ് പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും അതേപോലെ തന്നെ ആയിരിക്കും. എന്തായാലും ഈ രീതിയിലൊരു രസകരമായ കോൺവെർസേഷൻ അവർ തമ്മിൽ ഇപ്പോൾ ലൈവിൽ നടന്നു. ഇന്നലത്തെ എപ്പിസോഡില് രാത്രി നെവിൻ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു. എന്നിട്ട് പോയി അത് ഒളിച്ചിരുന്ന് തിന്നുന്നത് കാണിച്ചിരുന്നു. അത് അനീഷ് പൊക്കിയിരിക്കണം രാവിലെ തന്നെ. അതുകൊണ്ടായിരിക്കും പതിവില്ലാതെ നെവിൻ ഒരു അനീഷ് സ്നേഹം പൊട്ടിമുളച്ചത്. രസമുള്ളൊരു കഥാപാത്രമാണ് കേട്ടോ. പക്ഷെ ഈ ഒരു രസികൻ ഗെയിം സ്ട്രാറ്റജി കൊണ്ട് മാത്രം എത്ര ദൂരം പോകും എന്നറിയില്ല. പുള്ളിയുടെ സംസാരം കേൾക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.